പി.വി. അൻവറിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയുന്നില്ല. 75,000-ന് മുകളിൽ വോട്ട് താൻ പിടിക്കുമെന്നുറപ്പിക്കുമ്പോഴും 1 രൂപയും 10 രൂപയും വെച്ചിരക്കുകയാണ് അൻവർ. നമുക്കറിയാം, വലിയ ആവേശത്തോടെ ഇറങ്ങിയ പി.വി. അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്നും 1 രൂപ ചോദിക്കുകയാണ്. കയ്യിൽ 1 രൂപയില്ലെന്നും മത്സരിക്കുന്നില്ല എന്നും ആദ്യം തന്നെ പറഞ്ഞ അൻവർ പിന്നീട് മത്സരത്തിന് തയ്യാറായപ്പോൾ പറഞ്ഞത് കോടിക്കണക്കിന് രൂപ തനിക്ക് വന്നു തുടങ്ങി എന്നുള്ളതാണ്. അതിനുശേഷം സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഓരോ രൂപയും ഇരന്ന് വാങ്ങാനും തുടങ്ങിയിരിക്കുന്നു അൻവർ. എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തനിക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടെങ്കിലും മിച്ചഭൂമി കേസെന്നും പറഞ്ഞ് ഒരു തുണ്ട് പോലും അതിൽ നിന്ന് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആയിരക്കണക്കിന് ആളുകൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തനിക്കുള്ള ധാർമ്മിക പിന്തുണ എന്ന നിലയിൽ 1 രൂപയെങ്കിലും അക്കൗണ്ടിലേക്ക് അയക്കണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പറയുന്നത്. ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് എന്നെ സഹായിക്കാമെന്ന് ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാനസിക അല്ലെങ്കിൽ ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ നിലമ്പൂരിലെ വോട്ടർമാർ ഒരു 10 രൂപ അല്ലെങ്കിൽ 1 രൂപ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം. അത് പണത്തിന് വേണ്ടിയല്ല, തൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്. അപ്പോൾ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ കയ്യിൽ പണമില്ല, തൻ്റെ സ്ഥലം വിൽക്കാൻ കഴിയുന്നില്ല, അതിന് പണം വേണമെന്നാണ്. പിന്നീട് പറയുന്നത് ഇതെനിക്ക് സമ്പാദിക്കാൻ വേണ്ടിയല്ല എന്നാണ്. പി.വി. അൻവർ പറഞ്ഞത് തന്നെ ഒറ്റപ്പെടുത്തരുത് എന്നും ഞാൻ നാളെ ടി.പി. ചന്ദ്രശേഖരന് ചെയ്തതുപോലെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കാണ് എന്നും പറഞ്ഞു വെക്കുന്നു. നിങ്ങളിൽ വിശ്വാസമർപ്പിച്ച് താൻ ഇറങ്ങുകയാണെന്നും അൻവർ വ്യക്തമാക്കുകയാണ്. ഒപ്പം അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അൻവർ. അദ്ദേഹം പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ഇടുന്നതിന് മുൻപ് ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിങ്ങനെയാണ്: പ്രിയരെ, വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ. ഉപതെരഞ്ഞെടുപ്പിനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നിങ്ങളുമായി പലതവണ സംസാരിച്ചതാണ്. നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസത്തിനെതിരെ പോരാടിയതിൻ്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഈ പോരാട്ടത്തിൽ തനിക്ക് നഷ്ടമായത് അധികാരവും ഭരണത്തണലും മാത്രമല്ല, ഞാൻ ഇത്ര കാലം വിയർപ്പൊഴുക്കി സമ്പാദിച്ചത് മുഴുവൻ കൂടിയാണ്. ഈ പോരാട്ടത്തിൽ എൻ്റെ ജീവൻ വരെ സുരക്ഷിതമല്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ഞാൻ ശബ്ദിച്ചത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അവർ പുറത്തു പറയാൻ ഭയപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ പിന്തുണയിലും കരുത്തിലും മാത്രമാണ് എനിക്ക് ഈ പോരാട്ടം തുടരാൻ കഴിയുന്നത്. നിങ്ങൾ എനിക്ക് സംഭാവന നൽകുന്ന ഓരോ രൂപയും എനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്തുണക്കുക, പ്രാർത്ഥിക്കുക, സഹകരിക്കുക എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട അൻവർ. അതിനുശേഷമാണ് പണം ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ നമുക്ക് കാണാം. വളരെ സ്നേഹം നിറഞ്ഞ നിലമ്പൂരിലെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, യുവ സുഹൃത്തുക്കളെ, കർഷകരെ, കർഷക തൊഴിലാളികളെ, പ്രവാസികളെ, പ്രിയപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളികളെ, അങ്ങാടിയിൽ ചുമട്ടിറക്കുന്ന തൊഴിലാളികളെ, ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെ, ഈ നാടിൻ്റെ നന്മയെ ആഗ്രഹിക്കുന്ന സർവ മതത്തിലുംപ്പെട്ട എൻ്റെ കാരണവന്മാരെ, സഹോദരിമാരെ, സാമുദായിക സാമൂഹിക നേതാക്കളെ, പാലിയേറ്റീവ് പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു നിർണായക തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നോമിനേഷൻ്റെ പ്രോസസ്സ് പൂർത്തീകരിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞ് നിലമ്പൂരിലെ ഒരു സ്ഥാനാർത്ഥിയായി നിങ്ങളോടൊപ്പം ഞാൻ വരികയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ എനിക്ക് മത്സരിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നത് സത്യസന്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ നല്ലവരായ ജനങ്ങളാണ് നിങ്ങൾ. വീണ്ടും മത്സരിച്ച് MLA ആകണമെങ്കിൽ അന്നേ എനിക്കത് ആ തീരുമാനമെടുക്കാമായിരുന്നു. 23-ാം തീയതി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വോട്ട്, നിങ്ങളുടെ മനസ്സാക്ഷിയുടെ വോട്ട്, ആ വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ഇവിടുത്തെ ഓരോ വോട്ടറും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാണ്. അതിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ്. അത് ഈ നാടിൻ്റെ നന്മയ്ക്കും നമ്മുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടായിരിക്കണം. അതുണ്ടാകും. നിങ്ങളുടെ സഹായങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ മറ്റു തരത്തിലുള്ള എല്ലാവിധ സഹായങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ സാമ്പത്തിക പരിമിതികളെക്കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്. എത്രയോ കോടി രൂപയുടെ സ്വത്തും എനിക്കുണ്ട്. പക്ഷേ ഒരു സെൻറ്റ് ഭൂമി പോലും വിൽക്കാൻ കഴിയാതെ, അതെല്ലാം മിച്ചഭൂമി കേസെന്ന് പറഞ്ഞ് കേസിട്ടുകൊണ്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിനുള്ള മുൻകരുതലുകളോ പ്രിപ്പറേഷനോ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിനോടൊപ്പം
ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് എന്നെ സഹായിക്കാമെന്ന് ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പലരും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കഴിയുന്ന വിധം നിലമ്പൂരിലെ വോട്ടർമാർ ഒരു 10 രൂപ മാനസിക ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ, വെറും 10 രൂപ അല്ലെങ്കിൽ 1 രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം. അത് പണത്തിന് വേണ്ടിയല്ല, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ അയക്കുന്ന ഓരോ കണക്കുകളും ആ കണക്കായി കിടക്കും. ഈ ലോകത്ത് മറ്റൊരാൾക്കും നിങ്ങളിങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടി 10 രൂപ അയച്ചാൽ അത് മറ്റുള്ളവരെ അറിയുമോ എന്ന ഭയത്താൽ നിങ്ങൾ ആരും അയക്കാതിരിക്കേണ്ട. അത് കൃത്യമായിട്ടും അതിൻ്റെ സെക്യൂരിറ്റി നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. എല്ലാ തരത്തിലുമുള്ള നിങ്ങളുടെ സഹായവും പിന്തുണയും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾക്കുണ്ടാകണം. എന്നെ ഒറ്റപ്പെടുത്തരുത്. അപ്പുറത്തുള്ളവർ മത്സരിക്കുന്നത് MLA ആകാനാണ്. ഞാൻ നാളെ ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ്റെ അവസ്ഥയിലേക്ക് എൻ്റെ ജീവൻ മാഷാ അല്ലാ എന്ന് എഴുതിയ വരുന്ന ഒരു വാഹനത്തിൻ്റെ പിന്നിൽ ഈ നടുറോഡിൽ ഞാൻ വെട്ടിക്കൊലപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കാണ്. ആ ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങളിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ, ബന്ധുക്കളുടെ എല്ലാവരുടെയും വോട്ടുകൾ നിങ്ങൾ എനിക്ക് നൽകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.